ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ മെഗാസ്റ്റാർ 2025 ആദ്യ 2 മാസങ്ങളിൽ തന്നെ 2 സിനിമകളുടെ റിലീസ് തീയതികൾ പ്രഖ്യാപിച്ച് നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6-8 മാസങ്ങളിലായിട്ട് തിയേറ്റർ റിലീസുകൾ, പുതിയ റിലീസുകൾ ഇല്ലാത്ത മെഗാസ്റ്റാർ ഇപ്പോഴത്തെ 2 സിനിമകളുടെ റിലീസ് തീയതികളാണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്ന് ബസൂക്ക എന്ന സിനിമയുടേതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഷൂട്ടിങ്ങിന്റെ പല ഘട്ടത്തിലായിരുന്ന ബസൂക്ക എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപന പോസ്റ്ററാണ് ഈ കാണുന്നത്. ചിത്രം അടുത്ത മാസം ഫെബ്രുവരി 14 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ബസൂക്കയ്ക്ക് മുന്നേ ഒരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടല്ലോ. അത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ജനുവരി 1 വന്നു കഴിഞ്ഞതാണ്. സിനിമ ജനുവരി 23 ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വെറും 25 ദിവസങ്ങൾക്കിടയിൽ 2 മമ്മൂട്ടി സിനിമകൾ ഈ വർഷം നമുക്ക് കാണാം. കാത്തിരിക്കാം സിനിമകളുടെ റിലീസുകൾ കേട്ടാം. ലാലേട്ടന്റെ 3 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഇന്നേ ദിവസം വന്നിരിക്കുകയാണ്. അതിലൊന്ന് തുടരുമെന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ന് നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ് സിനിമയുടെ അപ്ഡേറ്റ് വരുന്നുണ്ട് എന്ന്. ഇപ്പോഴത്തെ BTS വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. തുടരും സിനിമയുടെ ലൊക്കേഷനിലെ പല രസകരമായ മുഹൂർത്തങ്ങളെല്ലാം തന്നെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്നേ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ലാലേട്ടന്റെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ഈ ജനുവരി മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടന്റെ നായകനാക്കി ലിജി ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. സിനിമ ആദ്യ ദിവസം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലെല്ലാം തന്നെ വാലിബൻ എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമായത്. ഇപ്പോഴത്തെ നേരത്തെ 1-2 മാസങ്ങൾക്ക് മുന്നേ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ലാലേട്ടനും LJPയും വീണ്ടും ഒരു സിനിമയ്ക്കായിട്ട് ഒരുമിക്കുന്നു. അത് വാലിബൻ 2 എന്ന സിനിമയ്ക്കായിട്ടല്ല, മറിച്ച് പുതിയൊരു സിനിമയ്ക്കായിട്ടാണ് എന്നും ആ പ്രോജക്റ്റ് ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ലാലേട്ടന്റെ സത്യനന്ദിക്കാട് സിനിമ ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ടിങ്ങിന് ശേഷം ഒരുപക്ഷെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ വർഷത്തിന്റെ പകുതിക്ക് മുന്നേ തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചേക്കും. ഈ പ്രൊജക്റ്റിലൂടെ ലാലേട്ടന് ഒരു മറുപടി നൽകാൻ കഴിയട്ടെ എന്നതിലുപരി നാം ആശംസിക്കുന്നത് LJPയുടെ നല്ലൊരു തിരിച്ചുവരവാകട്ടെ എന്നാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്. ലാലേട്ടന്റെ നായകനാക്കി ആവേശം സംവിധായകൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമ നേരത്തെ തന്നെ ലോക്ക് ചെയ്യപ്പെട്ട പ്രോജക്റ്റ് ആണല്ലോ. ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വർഷം ഓഗസ്റ്റ് മാസം സിനിമയുടെ ചിത്രീകരണം ബംഗളൂരുവിൽ ആരംഭിക്കും. 6 മാസത്തെ ചിത്രീകരണമുള്ള സിനിമ അടുത്ത വർഷം 2026 വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് എന്റർടൈനർ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കൂ.